10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1ാമത്തെ പാഠഭാഗം മാനവികതയുടെ 5ാമത്തെ ഭാഗമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നോക്കാം. നവോത്ഥാനവും ചരിത്രരചനയും. നമ്മുടെ ലോകചരിത്രത്തിൽ 3 കാലമായിട്ട് തിരിക്കാം. ഒന്ന് പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം അല്ലേ? പഠന സൗകര്യാർത്ഥം ലോകചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? 3 പ്രാചീനം, മധ്യം, പിന്നെ ആധുനികം. ഇത് പ്രകാരം CE 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനമാണെന്നും തുടർന്ന് 15ാം നൂറ്റാണ്ട് ശേഷമുള്ള കാലം ആധുനികമായും കണക്കാക്കുന്നു. അപ്പോൾ ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരരായ ഫ്ലവിയോ ബിയോണ്ടോ, ലിയാനോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്തെ ചിത്രരചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. എങ്ങനെയാണ് നോക്കൂ. ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചിത്രരചനയിലും അത് പ്രകടമായിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മാനവികത പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? മനുഷ്യ കേന്ദ്രത്തിന്, മനുഷ്യനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായിട്ട് മാറി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാന സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാനകാല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. എങ്ങനെയാണ്? ചരിത്രരചനയിൽ തന്നെ അവിടെ എന്താ? പുരാവസ്തുക്കളുടെ തെളിവ് ഉപയോഗിച്ചിട്ടും അതുപോലെ ശേഷിപ്പുകളും വളരെ സ്ഥാനം വഹിക്കുന്നുണ്ട്. തൽഫലമായി ചരിത്രകാരൻ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്വെല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. ഇനി അടുത്ത് എന്താണ് ദിനവൃത്താന്തം എന്ന് നോക്കാം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. ചരിത്രരചനയെ ശാസ്ത്രീയമാക്കുന്നതിൽ നവോത്ഥാനം വഹിച്ച പങ്ക് വ്യക്തമാക്കുക. മധ്യകാലത്തിൽ നിന്ന് നവോത്ഥാന കാലത്തിലേക്ക് മാറുമ്പോൾ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് മതേതരത്തിലേക്കും ചിന്തയിലേക്കും മാറി. അത് ചരിത്രരചനയിലും പ്രകടമായി തുടങ്ങിയിരുന്നു. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതീന്ദ്രിയ ശക്തിയാണ് എന്നുമുള്ള വിശ്വാസം മാറി. മനുഷ്യകേന്ദ്രീയമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു. പിന്നീട് മനുഷ്യജീവൻ ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. പുരാവസ്തുക്കളുടെയും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ പ്രാധാന്യം ലഭിച്ചു. നവോത്ഥാന കാലത്തിൽ ചരിത്രകാരന്മാർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന എഴുത്തുപ്രതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. പ്രാചീന എഴുത്തുപ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനും തുടങ്ങി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങളും കൈയടക്കി. മാക്കിവെല്ലിയെപ്പോലുള്ള ചരിത്രകാരന്മാർ നവോത്ഥാനത്തെ സമ്പന്നമാക്കി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നവോത്ഥാനവും ശാസ്ത്രവും എന്നാണ്. ഒരു പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ ഒരു പ്രാരംഭവാക്യം നോക്കാം. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിക്കാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തൻ്റെ ഗ്രഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു.
പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാമാണ് സ്വാധീനിച്ചതെന്ന് നമുക്കിവിടെ നോക്കാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൽ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ഒരു ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ച് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യന് വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. 16-ാം നൂറ്റാണ്ട് വരെയും ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയെയാണ് മറ്റുള്ളവയെല്ലാം ചുറ്റുന്നത് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ കോപ്പർനിക്കസ് അദ്ദേഹത്തെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമിയല്ല സൂര്യനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്യുകയാണുണ്ടായിരുന്നത്. ആധുനിക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രം നൽകിയ സംഭാവനയെക്കുറിച്ച് ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് മതനവീകരണമാണ്. നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വെക്ലിഫ്, ജോഹൻസ് സവോനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന പല പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന് മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വിൽപ്പനയ്ക്കായി ജോഹനൻ ടെസ്റ്റൽ എന്ന ഡൊമിനിക്കൽ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. ഒരു ആശയപരമായ സംവാദമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രോട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതന്മാർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല.
ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കോയ്വിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നറിയപ്പെട്ടു. അടുത്ത പ്രതിമത നവീകരണമാണ്. അതെന്താണെന്ന് നോക്കാം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് പ്രതിമത നവീകരണം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ടെൻറ്റിൽ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലോയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കം ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. പ്രതിമത നവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെടുന്നു. ഗ്രൈക്കോ റോമൻ കാലം മുതൽക്ക് നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹവുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 10ാം ക്ലാസ്സിലെ വേറെ പാഠഭാഗങ്ങളും അതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.